പൈതകോറ സിദ്ധാന്തമാണേ പഠിക്കാൻ പോണേ. അയ്യോ ഡച്ച് അപ്പൊ അനന്തു ഒരു മരത്തിന്റെ മണ്ട ഇരിക്കുകയാണ്. അതിന്റെ അടിയിൽ കൂടെ 20 km/h പുഴ ഒഴുകുകയാണ്. ക്ലാസ് ഇരുന്ന് ഉറങ്ങുന്നോ? പറ പറ, അനന്തുന്റെ അടിയിൽ എന്തോ പറ. എടി ഒന്നുമില്ലടി, ഒന്നുമില്ല. അയ്യോ മിസ്സേ, ഞാൻ അനന്തുന്റെ അടിയിലൊന്നും നോക്കാറൊന്നുമില്ല. എന്തോടാ ബുക്കില്? ഒന്നുമില്ല മിസ്സേ, വൃത്തത്തിന്റെ വിസ്തൃതിയാണ്. എന്റെ ബുക്കല്ല ഒന്നുമില്ല. അവന്റെ ഭാവി വധുവിന്റെ പടം വരച്ചു വെച്ചിട്ട്. നിങ്ങളെ സീക്രട്ട് നിങ്ങളെന്താ, നമ്മളെ സീക്രട്ട് നമ്മളും പറയാം. ലേഡീസ് ഫസ്റ്റ്, നിങ്ങൾ പറ. അയ്യോ, ഞാൻ അങ്ങനെ അവളുടെ സീക്രറ്റ്സ് ഒന്നും പറയാറില്ല. ഇപ്പൊ തന്നെ എന്റെ ഡ്രസ്സിൽ അവൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഞാൻ നിങ്ങളുടെ താരത്തെങ്കിലും മറ്റേ വർത്തമാനം പറയരുത്. എന്തിന് ഞാനുള്ളതല്ലേ പറഞ്ഞ? എന്റെ ഡ്രസ്സിന് ഡ്രസ്സൊന്നുമില്ല. ഞാൻ എന്റെ ജെട്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. എന്റെ ജെട്ടി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒന്നും പുറത്തു പോയിട്ടില്ലല്ലോ. ഞങ്ങളുടെ സീക്രട്ട് പറഞ്ഞു നിങ്ങളോ? ഈ സോഹൻ ഉണ്ടല്ലേ? സോഹൻ ഉണ്ട്. സോഹൻ കാണിച്ചു കൊടുക്കട്ടെ. സോഹനല്ല, ഈ ശ്യാമ്. ഞാനൊരു ഹോട്ടലിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും എല്ലാരും നാറും. ഇനി ഇവിടുന്ന് നാണം കെടുത്തില്ലേ? നീ ഇവിടെ ഒരു രഹസ്യം പറഞ്ഞു, നീ ഇവിടെ നാണം കെടുത്തു. വെളുത്ത് ഗുളുഗുളാന്നിരിക്കുന്ന രഹസ്യം എന്താണെന്നറിയോ? മനസ്സ് നന്നായിരിക്കാം. ഫസ്റ്റ് ഒരു സീക്രട്ട് കൂടെ പറയാൻ പറ്റും. ഇതിനെ ഞങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? പറയും. ഓക്കെ സ്നേഹ. അയ്യേ, നീ എന്തുവാടാ എന്നെ വിളിക്കുന്നത്? കുണ്ടാന്ന്. ഞാൻ എന്തോ നിന്നെ തിരിച്ചു വിളിക്കുന്നത്? മണ്ടാന്ന്. എന്നെ എല്ലാരും തന്തയ്ക്ക് വിളിക്കാറ്. അല്ല, ചെറുക്കനും പെണ്ണും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വിട്ടത്? അല്ല, അനിയത്തിക്കുട്ടി ഒന്ന് മാറി നിൽക്കുവായിരുന്നെങ്കിൽ. പറ്റത്തില്ല ചേട്ടാ, ഞങ്ങളെ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായലിൽ കിടന്നുറങ്ങിയേടാ. ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ല. ചേട്ടന് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കല്യാണം കഴിച്ചു. എനിക്ക് അച്ഛൻ്റെ അടുത്ത് ചോദിക്കണം. ഇങ്ങനെ വെറുതെ ഇരിക്കാത്തപ്പോ ഈ മിച്ചറൊക്കെ വാരി കഴിയും. പിന്നെ നമ്മൾ ഡബിൾ ബെഡ് ഓർഡർ ചെയ്തില്ലേ? അത് വേണ്ട, ട്രിപ്പിൾ ബെഡ് മതി. അല്ല, അച്ഛൻ പറയുന്നതേ കുട്ടികൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷെ ആദ്യ രാത്രി 2 റൂമിലായിരിക്കണം കേട്ടോ. നടക്കത്തില്ല ചേട്ടാ, ഞങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ല. വേണമെങ്കിൽ അച്ഛനടുത്ത് ചോദിച്ചോ. ചെറുക്കന് എന്തോ കൊടുക്കും. അണ്ടി അല്ല, കപ്പലണ്ടി ഒക്കെ തന്നില്ലേ? മിച്ചറെടുക്കാനെങ്ങാണ് മറന്നായിരിക്കും. കൈ കാണിക്കേ. നാണം ഉണ്ടാ നിങ്ങക്ക്? 19 വയസ്സായില്ലേ? ഒരു മിച്ചറും വാരി പോക്കറ്റിട്ടുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ എന്തൊന്ന് മുച്ചിട്ട് കളിക്കാരനെ? ഒരുമാതിരി ചെക്ക് ഷർട്ടും ഭക്തിമാർഗമുള്ള ഹോട്ടലാ. എല്ലാ ഒളി ക്യാമറയും വർക്കാവണേ. നല്ല നല്ല ക്ലിപ്പുകൾ കിട്ടണേ. ശിവനെ, നിന്റെ തൃക്കണ്ണു കൂടെ തിളങ്ങി നിൽക്കണല്ലേ ക്യാമറയും. അന്നന്റെ വേണ്ട, അന്നന്റെ ആധാർ കാർഡിന്റെ കോപ്പിയാണ് നമ്മൾ എല്ലാവർക്കും ഇവിടെ ടിഷ്യൂ പേപ്പർ ആയിട്ട് കൊടുക്കുന്നത്. അത്ര കൊണ്ടുകൂടെ. ഓ, പൂജ കഴിഞ്ഞ് ഉണ്ണിയപ്പോ ഉണ്ടെന്നല്ലേ? തല ചെമ്പരത്തി എടുത്ത് വേടാ. അണ്ണനാണ് ഈ ഓടിച്ച് വലിയ നിലയിൽ എത്തിച്ചത്. അണ്ണൻ എന്റെ കൺകണ്ട വെടിച്ച കൺകണ്ട ദൈവമാണ്. മേലോട്ട് നോക്കല്ലേ, തലയെ മുണ്ടിട്ട് കയറ്. ക്യാമറയെ കൊണ്ട് പോ. 117 പകല് ഞാൻ ഇവിടെ വന്നിട്ടില്ല. 1 മിനിറ്റ്. ഇപ്പൊ ഇരുട്ടെ. അതന്നെ 117. വാ ഇങ്ങോട്ട് കൊച്ചെ. അതെ, ബാത്റൂമിന്റെ കഥ അകത്തുനിന്ന് കയറി കുറ്റിയിടല്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 1 മണിക്കൂർ അതിനകത്ത് ലോക്കായി കിടക്കും. എല്ലാ ഹോട്ടൽ റൂമിലെ ഒരു ബാത്റൂം ഇതേപോലെ ലോക്കായി കിടക്കത്തില്ലേ? എന്റെ അച്ഛൻ കിടന്നിട്ടുണ്ട്, എന്റെ അപ്പൂപ്പൻ കിടന്നിട്ടുണ്ട്. എന്തുപറ്റി? സോഹന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ വെച്ചെടുത്ത ഫോട്ടോയിൽ അതേ കർട്ടൻ, അതേ ബെഡ്ഷീറ്റ്. റൂം അടിക്കാൻ വന്നേണോ? അങ്ങോട്ട് കടാ, ഞാൻ ഒന്ന് കുടിച്ചിട്ട് വരാം. സെൽഫി എടുക്കട്ടെ. ഇതെപ്പ കണക്ട് ആയി? അയ്യോ, ഓയോ കൊല്ലം, ഓയോ എറണാകുളത്ത് എന്തൊരു ഓയോടെ റൂട്ട് മാപ്പാ. മാഡം, സോഹൻ സാറിന്റെ റൂമല്ലേ? ചേച്ചി നമ്പർ ഏത് നമ്പര്? ഇങ്ങനെയാണെങ്കിലേ ഇങ്ങനെ പൈസ തരാന്ന് പറഞ്ഞ് പറ്റിക്കും. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് പൈസ കൊടുക്കാതെ പറ്റിച്ചു. എന്റെ ഒരുപാട് നല്ല ടീമുകളുണ്ട്. ഇതാ പറയുന്ന പുതിയ കണക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് പഴയ കണക്ഷൻ എല്ലാം ഡിസ്കണക്ട് ചെയ്യണമെന്ന്. മറ്റേ റൂമിൽ എന്തായോ എന്തോ എല്ലായിടത്തും എന്റെ കണ്ണെത്തണം. അച്ഛാ, ഇതാ എന്റെ കാലില്ലാത്ത കാലിന് എന്ത് ചെയ്ത്? മോളെ ഒന്ന് കാർ റിവേഴ്സ് എടുക്കാൻ പഠിപ്പിച്ചതാ. കാലി കൂടെ കയറ്റി ഇറക്കിയെങ്കിൽ. പക്ഷെ ഞാൻ റിവേഴ്സ് എടുക്കാൻ പഠിച്ചില്ല അച്ഛാ. ഗുഡ് ഗേൾ. ഹായ് ചേച്ചി. കൈ എന്ത്?
ഓ ഇവക്കൊരു തേങ്ങ പൊതിക്കാൻ കൊടുത്തതാ. അവളൊരു ഒറ്റ വെട്ട് ബോധം വന്നപ്പോ എനിക്ക് കയ്യില്ലായിരുന്നു. പക്ഷെ തേങ്ങ സേഫ് ആയിരുന്നു. കഴിഞ്ഞ നേരത്തോട്ടെ. താങ്ക് യു. എന്റെ അനിയനെ പരിചയപ്പെട്. ഹായ് ബ്രോ. ബ്രോ ഇവിടെ ഇതെന്തിങ്ങനെ? ഞാനും അവനും കൂടെ കുഞ്ഞിലെ ഒന്ന് കണ്ണ് പൊത്തി കളിച്ചത്. ഈ ചെറുക്കനാണെങ്കിൽ ഊട്ടക്കണ്ണിട്ട് നോക്കി. ഞാൻ കണ്ണ് തുറന്നിങ് എടുത്തില്ലേ. ബ്രോയ്ക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. എന്താ ബ്രോ? മുമ്പത്തെ കാമുകന്റെ തൊടയെന്ന് മാംസം എടുത്താ കയ്യിൽ തുന്നിക്കെട്ടി വെച്ച്. നിന്റെ എവിടെ നിന്ന് എടുത്ത് വെക്കോ? ചോദിച്ചോ പറ. ലവ് ബൈറ്റാ. വീട്ടിലോട്ടൊന്ന് വരാവോ? എന്തിനാ? അല്ല എന്താ പണിയൊന്നും ഇല്ലാതിരിക്കുക. പുള്ളിക്കൊണ്ട് വികലാംഗ പെൻഷനൊക്കെ മേടിച്ചു കൊടു. സോ നാളെ നമുക്ക് പുനരോ തൂക്കാലത്ത് പോയാലോ? തൂക്കൊല്ലാനാണ്. ചേച്ചിന്ന് വിളിച്ചാ പോളെ. ചേച്ചി ഒന്നുകൂടെ വിളിക്കൂ. ചേച്ചിയെ ഒന്നുകൂടെ വിളിക്കൂ. ചേച്ചിയെ എനിക്ക് വയ്യ. എന്റെ പേരൊക്കെ വിളിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ആന്റി. അച്ഛാ പോലിട്ടില്ലേ പിന്നെ ഞാൻ എന്തിനാ ആന്റിന്ന് വിളിക്കുന്നത്? പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് മൂത്തോരെ ബഹുമാനിക്കുന്നു. എന്റെ ചേച്ചിയുടെ മോനാ. ആ ചെറുക്കൻ ആന്റിന്ന് വിളിക്കുന്നു. സോറി ആന്റി. പ്രായമുള്ള ഒരാളെ ആന്റി നമ്മൾ വിളിക്കുന്നത്. അമ്മാമ്മന്ന് വിളിക്കുന്നത്. ചേട്ടാ ബ്രോ, അമ്മ പറഞ്ഞായിരുന്നു ആന്റി ഫ്രീ ആണെങ്കിൽ നമ്മളെ വീട്ടിലൂടെ ജോലിക്ക് വിടാവുന്നു. അയ്യോ മുള്ളു ഫ്രീയാ. എന്തായാലും തിന്നാൻ കൊടുത്താൽ നല്ലൊരു കുടുംബത്തിൽ നീ കേട്ടോണ്ടിരോടെ എനിക്ക്. മോനെ എന്നോട് വിളിച്ചേ. എന്തേട്ടാ? മറ്റേ ചേട്ടാ. ചേട്ടാ അതാണ് പ്രശ്നം. ഒരു ആന്റിബയോട്ടിക് എഴുതി തരട്ടോ. എനിക്ക് നാണമാ. ഇത്ര നാണം ഉണ്ടായിരുന്നു പിന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നെ കെട്ടാൻ സമ്മതിച്ചു എന്തിനു? അത് നിന്റെ സോന മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിയോണ്ടല്ലേ. അതുമല്ല നമ്മൾ അച്ഛനും അമ്മയൊക്കെ വിചാരിച്ചിരിക്കുന്നേ നമ്മൾ തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന്. പിന്നെ നിന്റെ മാനം കളയണ്ടെന്ന് വെച്ച് ഞാനങ്ങ് കെട്ടിയെന്നേ ഉള്ളു. പക്ഷെ ഒരു കാര്യം, നിന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടാ. എന്താ? പുള്ളി അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നു. എനിക്ക് നല്ല ജീവിതം കിട്ടിപ്പോരടി. പിന്നെ ഇയാളെ പിഴത്തരങ്ങൾ ആരെങ്കിലും അവളെ അടുത്ത് പോയി പറഞ്ഞാണോ? അതായിരിക്കും അവളെ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. എന്നാലും എന്റെ പിഴപ്പേടൊക്കെ അറിയാവുന്ന ആരായിരിക്കും പറഞ്ഞു കൊടുത്താണ്? ഞാനൊന്നുമല്ല. അല്ല അവിടെ ഉള്ളവരൊക്കെ നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പോ നീ പറഞ്ഞാടാ നയൻതാരെ ഇഷ്ടമാ കെട്ടിച്ചേരാൻ പറ്റുമെന്ന്. അപ്പൊ അയാൾ അച്ഛൻ പറഞ്ഞതാ, എടാ പൊട്ടത്തരം പറയല്ലേ, നയൻതാരെ കട്ടിങ് കിട്ടില്ല തമന്നെയാണ്. അയ്യോ ആദ്യം മൂടും കളഞ്ഞു. എന്റെ കുഴപ്പമുണ്ട്. ആരെങ്കിലും കിടക്കൂടി? അയ്യോ അതിനുമോ താഴെയാ കിടക്കുന്ന. എന്റെ തലങ്ങ, എന്റെ കട്ടില്, എന്റെ റൂം, ഞാൻ താഴെ കിടക്കണേ. അമ്മ അമ്മയുടെ മാല കളഞ്ഞു പോയതല്ല. ഞാൻ താഴെ കിടന്നോളാം. എന്തിനാ വെറുതെ വീട്ടിൽ നിന്ന് കള്ളനും കൂടെയുള്ള പേര് ദിവസം കേൾക്കുന്നു. ഇടി നിന്റെ മുഖത്ത് മറുകളുടെ കസനില്ലേ അവൾ സെറ്റാക്കി തരും. എനിക്ക് സെറ്റാക്കി തരുമോ? അയ്യോ കല്യാണം കഴിഞ്ഞോളാം. ബിയർ വേണം. കെട്ടിപ്പിടിക്കാൻ ഇതിനെ തേടി ബിയർ ഞാൻ ഇല്ലേ? അയ്യേ എനിക്ക് കുടിക്കാൻ ബിയർ വേണമെന്നാ പറഞ്ഞതാ. അയ്യോ സോ തല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കിങ് ഫിഷറിന്റെ മരുന്നാണ് സോഹോ. ഈ ഡ്രസ്സൊക്കെ ഇട്ടാണ് പോകുന്നത്. പോയി ചുരിദാർ അങ്ങനെ എടുത്തിടാൻ പറ. എന്നിട്ട് കാർ കയറുമ്പോ ചുരിദാർ ഊരിക്കളയാൻ. അച്ഛാ ഇതാ ഞാൻ സ്നേഹിക്കുന്ന ആള്, യൂട്യൂബർ. ഈ കൊരങ്ങനെ പോലിരിക്കുന്നതിനെ കൊണ്ട് കെട്ടിക്കാൻ പറ്റത്തില്ല. എടി നീ ആ മറ്റേ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അച്ഛാ ഇയാളോ? സർക്കാർ ജോലിയുണ്ട്. അയ്യോ എന്ത് രസവും നോക്കി ചെറുക്കനെ കാണാനായിട്ട്. സർക്കാർ ബസ്സിലൊന്നും ആൾക്കാർ കേറണ്ടേ? അതിന് എത്ര സാലറി? 3 ലക്ഷം. എന്റെ സ്വപ്നത്തിൽ അതേ മരുമോൻ. ചുമ്മാതല്ല അച്ഛൻ രാത്രി ഞെട്ടി വിളിക്കണം. ഇവനെ അല്ലേ കാണുന്ന. ആ ഫോട്ടോ ചേർത്ത് അയ്യോ എന്തൊരു ചേർച്ച. ഇവനോട് നടക്കുമ്പോഴേ നിന്നെ ആൾക്കാർ കളിയാക്കും. ഇവന്റെ സൗന്ദര്യം കണ്ടിട്ട്. ഇവന്റെ പേരെന്തുവാ? കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ. അയ്യോ എന്തൊരു സ്റ്റാൻഡേർഡ് പേര്. സോന ബെഡ്സ് കൃഷ്ണകുമാർ. കേൾക്കുമ്പോ തന്നെ ഹാപ്പില്ലേ? ഉണ്ട്. ചെറുക്കനെ ഫെറാറി ഉണ്ട്. ചെറുക്കന് ഫെറിയുണ്ടെന്ന്. എന്നാലും എന്റെ മോക്കോ ഫറിയുള്ള ഒരാളെ തന്നെ കണ്ടുപിടിച്ച് തന്നല്ലോ എന്റെ മണിയുണ്ട ദൈവങ്ങളെ. ആ ഫോട്ടോ തിരിച്ചു വെച്ചേ. അയ്യോ തിരിച്ചു കിട്ടിയാലും അതേ മുഖമൊക്കെ തലയിൽ അമ്പോടി വെച്ചേക്കുന്നു. സുന്ദര ചെറുക്കനെ 5 കോടിയുടെ വീടുണ്ട്. മാഞ്ഞോട്ട് ആ ചെറുക്കൻ കാട് കയറുന്നതിന് പോവാ. ആ ഒരു താറപ്പ എടുത്തു ആവശ്യമുണ്ട്. അവന്റെ മൂത്രം കണ്ട അണ്ടനും അടവടനും പൊട്ടനും നിന്നെ കെട്ടിച്ചു കൊടുക്കും. ജീവൻ വേണമെങ്കിൽ എന്ത് രാത്രി നീ എന്റെ കൂടെ ഇറങ്ങി തരണം. അതെ ആ പൃഷ്ഠകുമാരായിട്ട് നമ്പർ തരോ? എന്തിന്? ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ എങ്ങനെയാ വേണ്ട നോക്കുന്നേ? ഹലോ പ്രേസ്. ഹലോ ഊളമ്പാറ മെന്റൽ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലാ? അതെ ആർക്കാണ് വട്ട്? അച്ഛനാ. കൃഷ്ണക്കുട്ട ഇപ്പൊ വന്നാ കാണാൻ പറ്റുമോ? ഉണ്ടോടെ? ഓ 24 hours അല്ലേ? ആരാ അമ്മയാ? ഇവിടെ വരുന്നവർക്ക് അമ്മയും കുഞ്ഞമ്മയൊക്കെ ഞാൻ തന്നെ. സീരിയസ് ആണോ? ഭയങ്കര സീരിയസാ. ഒടുക്കത്തെ സീരിയസാ. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നോ അതോ? അല്ല ഇങ്ങോട്ട് വരുന്നതാണല്ലോ അതിന്റെ നാട്ടു നടപ്പ്. നമ്മുടെ ചായയും ജിലേബിയും കിട്ടി വെക്കാം. ഓക്കെ